ഏഴര പതിറ്റാണ്ടിന്റെ ചരിത്രമുള്ള UAE-യിലെ ബർദുബായ് ക്ഷേത്ര സമുച്ചയം ജനുവരിയിൽ അടയ്ക്കുകയാണ്. ബർദുബായ് ശിവമന്ദിറും ഗുരുദ്വാരയും ഉൾക്കൊള്ളുന്ന സിന്ധി ഗുരുദർബാർ ക്ഷേത്ര സമുച്ചയമാണ് ജനുവരി 3 മുതൽ പ്രവർത്തനം നിർത്തുന്നത്. ജബൽ അലിയിൽ പുതിയ ക്ഷേത്രം തുറക്കുന്നതിന്റെ ഭാഗമായാണ് ബർദുബായിലെ ക്ഷേത്ര സമുച്ചയം അടയ്ക്കുന്നത്. ഇനി UAE-യിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കായി ജബൽ അലിയിലെ ക്ഷേത്രത്തിൽ എത്താം. ബർദുബായ് ക്ഷേത്രം അടയ്ക്കുമെന്ന് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റി ചെയ്യുന്നത്. ഗൾഫ് ന്യൂസിനോടാണ് ക്ഷേത്രം അടയ്ക്കുന്നതും പുതിയ ക്ഷേത്രം തുറക്കുന്നതോടെ അവിടെ പ്രാർത്ഥനയും പൂജയും നടത്താമെന്നും ക്ഷേത്ര കമ്മിറ്റി തലവൻ വാസു ഷറഫ് വ്യക്തമാക്കിയത്. ജനുവരി 3 മുതൽ പുതിയ ജബൽ അലി ക്ഷേത്രത്തിൽ എല്ലാ ദർശനങ്ങളും പൂജകളും നടത്താം. ഇത് സംബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. 1958-ൽ സ്ഥാപിതമായ ശിവമന്ദിർ കോംപ്ലക്സ് മീനാ ബസാർ പ്രദേശത്താണ് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത്. വാരാന്ത്യങ്ങളിൽ 5000-ഓളം ആളുകൾ ബർദുബായ് ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. ആഘോഷവേളകളിൽ എണ്ണം 100,000 വരെയായി ഉയരും. ഇവിടം വളരെ തിരക്കേറിയതാണ് എന്നും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും വെല്ലുവിളിയാണെന്നും ഷറഫ് പറഞ്ഞു. 2022 ഒക്ടോബറിൽ പുതിയ ഹിന്ദു ക്ഷേത്രം ദുബായിൽ ഔദ്യോഗികമായി തുറന്ന ശേഷം പഴയ ക്ഷേത്രം പൈതൃക സ്ഥലമായി നിലനിർത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. ദുബായിലെ ഹൈന്ദവ വിശ്വാസികൾ ഏറെ വർഷമായി പ്രാർത്ഥനകൾ നടത്തിയിരുന്ന സ്ഥലമാണ് ബർദുബായിലെ ക്ഷേത്ര സമുച്ചയം. ബർദുബായ് നഗരമധ്യത്തിലുണ്ടായിരുന്ന ക്ഷേത്രവുമായി ദുബായിലെ മലയാളികൾ അടക്കമുള്ള ഹൈന്ദവർക്ക് വളരെ അടുത്ത ഹൃദയബന്ധമാണ് ഉണ്ടായിരുന്നത്. ശിവരാത്രി സമയത്ത് നിരവധി പേരാണ് ഇവിടെ എത്തിയിരുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് നിരവധി പുഷ്പവ്യാപാരികളും പൂജാസാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. ശിവക്ഷേത്ര സമുച്ചയത്തിനടുത്ത് ശ്രീനാഥ്ജി ഹവേലി കൃഷ്ണക്ഷേത്രവും ഉണ്ട്. ഈ ക്ഷേത്രം ഇവിടെ തന്നെ തുടർന്നും ഉണ്ടാകും. 1902-ൽ വിശ്വാസികൾക്കായി തുറന്നതാണ് ഈ കൃഷ്ണക്ഷേത്രം.